കുട്ടിക്ക് നല്ല മഴയും ഒക്കെ ആയിട്ട് നല്ല രസമല്ലേ? ഞാൻ പറയാ മഴ നല്ല രസമുണ്ട്. ഇടിയും ഒന്നുമില്ലാത്ത ഭയങ്കര രസമുള്ള മഴ. പിന്നെ ഇവിടെ ആണെങ്കിൽ മേലെ നിന്നുള്ള വ്യൂ ആവുകൊണ്ട് മഴ ഇങ്ങനെ മേലെന്ന് വീണാണല്ലോ കാരണം. അപ്പം നല്ല രസം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നൂലിപ്പുട്ടാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. യാമിക്കുട്ടിയൊക്കെ നല്ല ഉറക്കാട്ടോ. യാമിക്കുട്ടി മാത്രമല്ല, യാമിക്കുട്ടീൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ട്. ഇന്നലെ രാത്രി വിരുന്നേര് വന്നിട്ടുണ്ടോ? വിരുന്നേരല്ല കേട്ടോ, നബിലൊട്ടിയും കുട്ടികളും ഉണ്ണിമോളും മങ്കടന്ന് വരുമ്പോൾ അങ്ങനെ നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വന്നിട്ട് പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ പിന്നെ രാത്രി പിന്നെ മഴയും ഇതും ഒക്കെ ആകുമ്പോൾ പോണ വഴിക്ക് അപകടമൊക്കെ ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട് വിട്ടയച്ചില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇന്നലെ ഇവിടെ കൂട്ടി. ഇപ്പോൾ ഇന്ന് ഞങ്ങളെ ഫ്ലാറ്റിൽ വിരുന്നേര് വന്ന ദിവസമാണ് കേട്ടോ. ഫ്ലാറ്റല്ല, ഷൊഫ്മോ എന്നുള്ള പറഞ്ഞ ക്യാമ്പ് എന്നാണ്. ഞങ്ങളെ ക്യാമ്പ് സന്ദർശിക്കാൻ വന്നതാണോ, ക്യാമ്പ് നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. യാമിക്കുട്ടി നീച്ച് പല്ലും മോക്കൊക്കെ കഴുകി വന്നിക്കാണല്ലേ. യാമിക്കുട്ടി എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറഞ്ഞ നോക്കിയിട്ട് പറ ഗുഡ് മോർണിംഗ് യാമിക്കുട്ടിക്ക് ബൂബ് കടിച്ചിട്ട് ഇഞ്ചക്ഷൻ വെക്കണമല്ലോ. 4 ഇഞ്ചക്ഷൻ ആയിരുന്നു, 2 എണ്ണം വെച്ചു കേട്ടോ. ഈ 2 എണ്ണം കൂടി വെക്കാണ്. ഇനി നാളെയാണ് 2 ഇഞ്ചക്ഷൻ. ഒന്ന് ഞങ്ങൾ പോയി വെച്ച് 2 കയ്യിലും ഓരോ ഇഞ്ചക്ഷൻ വീതം. ഇക്കാൻ്റെ ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് പണിക്കാർ വന്നിട്ട് ഓലിക്ക് എന്തോ സാധനങ്ങൾ മേടിച്ചെടുക്കാണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇക്ക അങ്ങോട്ട് ഓടിയിട്ടത് ഓഫാക്കിയിട്ട് ഇപ്പം നൂലിപ്പൊട്ട് ഇത് അവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 10 മിനിറ്റ് വീതമാണ് ഒരു സെറ്റ് നൂലിപ്പൊട്ടിൻ്റെ വേവ് ഇട്ടു. അത് ക്ലോക്കിൽ ടൈം നോക്കി വെച്ചിട്ടാണ് ഇത് ചെയ്യല്. അങ്ങനെ നൂലിപ്പൊട്ടിലാക്കിക്ക് അമ്മയ്ക്കൂടി തിന്ന നൂലിപ്പൊട്ട്. അപ്പോൾ യാമിക്കുട്ടിനെ പിടിച്ചിട്ട് നൂലിപ്പുട്ട് ഉണ്ടാക്കാൻ കഴിയില്ല, ഒന്നും ഉണ്ടാക്കാൻ. അപ്പം ഞാനത് അങ്ങോട്ട് ഓഫാക്കിയിട്ട് പോയിട്ട് ഓളെ കുളിപ്പിച്ച് സുന്ദരിയാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. പുറത്ത് ഭയങ്കര മഴ. നീച്ച വരാതിരിക്കാൻ വേണ്ടി വലിയ ചെമ്പിലേക്ക് ഇറക്കി വെച്ചിട്ട് ആ പാത്രം, നൂലിപ്പുട്ടിന്റെ പാത്രം, ചെമ്പ് നൂലിപ്പുട്ടില്ലേ. യാമിക്കുട്ടി രാവിലെ തന്നെ തണുത്ത വെള്ളത്തിൽ കുളിച്ചൂലേ? അവൾക്ക് ചൂടുവെള്ളം ആക്കണല്ലേ? പ്രശ്നമൊന്നുമില്ല, പക്ഷെ എന്നാലും ഈ അമ്മിക്ക് വേണം നൂലിപ്പുട്ട്. എനിക്ക് നൂലിപ്പുട്ട് ആ കുറച്ച് പഴമുണ്ട്. നല്ല ടേസ്റ്റ്. കളികൾ തുടങ്ങി. വേഗമുള്ള കളികളൊക്കെ വേഗം കാണിച്ചു കൊടുത്തോ. അപ്പൊ ഞങ്ങള് വാരിയില് തിന്നിട്ടാണ് പോയാലോ. എന്നാല് പോവാണ് കേട്ടോ. ഉണ്ണിക്കാക്ക എങ്ങനെ ഉണ്ണിക്കാക്ക
എന്താ ഇത് കഥ മമ്മയുടെ അടുത്തേക്ക് പോകണല്ലേ മമ്മയുടെ അടുത്തേക്ക് പോകണല്ലേ ആ പ്രജീഷ എവിടേക്കാണ് നെബിലാണ്ടിടത്തേക്ക് പോണ് വണ്ടി പോവാനുള്ള പപ്പ എടുക്കും പപ്പ ഡ്രസ് കണ്ടിട്ട് എന്റെ പുതിയ ഷൂടിക്ക് നമ്മുടെ അടിപൊളി നോക്കി അപ്രതീക്ഷിത വിരുന്നും കഴിഞ്ഞ് പോവാണ്. അപ്പൊ മാങ്ങട്ടൂലല്ലോ പഴുത്തത്. ഏത് വണ്ടിയാ ഇപ്പൊ പോണത്? ഞാൻ ഏത് വണ്ടിയിലപ്പൊ കേറണ്ടേ വെച്ചിട്ടാ? യാമി പോണ പൊലിവിലേക്കാണല്ലേ? ആകാശദൂതന്റെ മ്യൂസിക് ഇട്ടിട്ട് വീട്ടിലുണ്ട്. കുറച്ചുകൂടി വലുതായിട്ട് ഞങ്ങളത് പറഞ്ഞിരുന്നു. ഇനിയിപ്പോ ഞങ്ങള് പോകുമ്പോൾ കൂടെ വരാൻ കരയുന്നൊക്കെ. ഇതിപ്പോ കുറച്ചും കൂടി ആവണ്ട ടൈമൊന്നും ആയിട്ടില്ല. അപ്പൊ ഇങ്ങനെ തുടങ്ങിക്കണു. പഴയ മറ്റേ മാക്സ് ഒക്കെ ഇട്ടിട്ടാണേ എന്റെ മുഖം മാടിക്കണൊക്കെ നമുക്ക് പെരുന്നാളിന് അടിച്ചു കളിക്കണ്ടേ? ചാറ്റ് കൊടുത്തോ? വണ്ടിയിലുണ്ട് കാക്ക വണ്ടിയിലുണ്ട്. നമ്മള് കാറിൽ പോകുന്നുണ്ട്. നമ്മള് കാറിൽ പോകുന്നുണ്ട്. പോയോ? ഭയങ്കര സങ്കടം. ഒന്ന് റൗണ്ട് അടിച്ചു പോ. ടാറ്റ പോവാ. ആ ഒരു പോയിന്റ് സങ്കടം പാറുണ്ട്. അപ്പൊ ഇനി അടുത്ത ടാറ്റ പോണ്ട് എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഇപ്പൊ അത്. എന്നാ പോയിട്ട് വരെ. ഓക്കെ ബൈ. വല്ലാത്തൊരു നബിലാമിന്റെ ആളെന്നെ എണിച്ചെന്നാല് ഇതിന് സങ്കടം തന്നെ. സങ്കടം തോന്നിട്ടില്ല. എന്തേ നബിലാമി പോയോ? യാമിക്കുട്ടി ഹാപ്പി ആക്കാൻ കൊണ്ടുവന്നാ. ഓൾക്കൊരു ഹാപ്പി ഇല്ല. തിരിച്ചു പോകാം നമുക്ക്. ഓൾപ്പോൾ നബിലാമി പോയ സങ്കടത്തിലാ. ഓൾക്ക് നബിലാമിന്റെ ഒരാൾ ഇങ്ങോട്ട് ആയി മറിക്കാം. ഞങ്ങൾ ഒരുമിച്ച് ഗുജറാത്തിക്ക് പോയല്ലോ. അപ്പൊ ഞങ്ങള് ഒരുമിച്ചായിരുന്നല്ലോ. ആ ഒരു 2-3 ദിവസവും ഒരുമിച്ച് ഫ്ലൈറ്റിൽ കയറിയതും ട്രെയിനിൽ കയറിയതും അങ്ങനെ കഴിഞ്ഞ. പിന്നെ നല്ല ചെറിയ കുട്ടിയാകുമ്പോ നബിലുട്ടി ആശുപത്രിയിൽ നിന്നിരുന്നല്ലോ. അപ്പൊ പാലൊക്കെ കൊടുക്കാനും ഒക്കെ ഓളും കുടിക്കാൻ പാലൊക്കെ കൊടുത്തിരുന്നു. പാലമ്മ എന്നാ പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു കണക്ഷൻ ആയിരിക്കും. ഷെഫിനേക്കാൾ വലിയ കാര്യം ഓള് പാലമ്മ. ചോരബന്ധം പറഞ്ഞിട്ടുള്ള കാര്യം സ്വത്തല്ലേ. സങ്കടം മാറിയിട്ടില്ല അറിയാ. ബാത്റൂമിന്റെ ടൈൽസ് ആണ് കേട്ടോ. എന്താണ് പറയാ, പ്ലേസ് എല്ലാത്തിന് മാറ്റ് ഫിനിഷ്.
പണികളൊന്ന് കാണിച്ചു കൊടുക്കാം. നമ്മളെ ചിത്രത്തിൽ ഇന്നിപ്പോൾ നമുക്ക് വയറിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട്, പിന്നെ ടൈൽസിൻ്റെ പണി നടക്കുന്നുണ്ട്, പിന്നെ വാതിലിൻ്റെ ആശാരിപ്പണി നടക്കുന്നുണ്ട്. നടക്കുന്നില്ലേ? 6 പണിക്കാരുണ്ട്. ഇഷ്ടംപോലെ പണിക്കാരൊക്കെ ആക്കുന്നത്. പണിക്കാരത്തെ ചാകരയാണ്, പണിയുടെ ചാകരയാണ്. നമ്മുടെ ബാത്റൂമിൽ ടൈൽസൊക്കെ ഒട്ടിച്ചിട്ടാണ്. അങ്ങനെ യാമിക്കുട്ടിയുടെ സങ്കടമൊക്കെ മാറി ഒന്ന് ഉറങ്ങി നീച്ച് വാമപ്പായി വന്നു. ഇതിലേതാണ്ട് ഇതൊക്കെ കണ്ടപ്പോ മനസ്സിലാവാനായി. ഇതിലേതാണ്ട് വാട്ടർമെലൻ ഇല്ല അല്ലേ? വാട്ടർമെലൻ ഇതൊക്കെ ഏതാണ്ട് അതാണ്ട്. ഓക്കേ, ആദ്യം കുപ്പായ അയക്കണം. കുപ്പായ ഞാൻ പകുതി അയച്ചിരിക്കണ്. കുപ്പായ അയക്കണെന്ന് വെച്ചാലേ ഇതുവരത്തെ പോലെയല്ല, മഴക്കാലമായി മഴ കുപ്പായങ്ങളൊക്കെ തിരിഞ്ഞു ഉണക്കാൻ വേണ്ടി ഒരു ദിവസം കുറച്ച് കുപ്പായങ്ങളുമായിട്ട് വേണം ലൈഫ് മുന്നോട്ട് പോകാൻ. ഈ മഴക്കാലം കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ സാധനമൊക്കെ തിന്നുമ്പോ എന്തായാലും ദൂരണം. ആവുമ്പോ പൊട്ടിത്തരാം കേട്ടോ. കുട്ടി വരുമ്പോ കൊണ്ടുപോയി ആൺകുട്ടി നല്ല കഴിച്ചിരുന്നോ. ഇത് കൈ പിടിക്കും, അത് വെള്ളം കൂടും. ഞാനത് കഴിച്ചത് കുറെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഓല അപ്പൊ കഴിച്ചതും ഇല്ല, പിന്നെ കൊടുത്തതും ഇല്ല. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചോളൂ. എന്തിനും രാവിലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, പപ്പടം. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യില്ല. താഴത്തെ പണിക്കാർ കേട്ടോ. അതാണ് കൊണ്ടുപോയിക്കും സ്കാൻ ചെയ്യാൻ കൊണ്ടേ പോലെ. ഇന്നത്തെ വീഡിയോയിൽ ഇതാ കാര്യമായിട്ട് വിശേഷങ്ങളൊന്നുമില്ല. ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ അങ്ങോട്ട് എഡിറ്റ് ചെയ്ത് ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ. അടുത്ത നല്ലൊരു വിശേഷമൊക്കെ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.